വിദേശ നിക്ഷേപകർ വൻതോതിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന പ്രവണതയ്ക്ക് ഇന്നും മാറ്റമുണ്ടായില്ല. നിഫ്റ്റി 26,000 പോയിന്റ് തൊടാൻ കാത്തുനിൽക്കുകയാണ്. ദശലക്ഷക്കണക്കിന് നിക്ഷേപകരുടെ ആസ്തിയിൽ വലിയ വർധനയാണ് വിപണിയിലെ മുന്നേറ്റത്തിലൂടെ ഉണ്ടായത്. കമ്പനികളുടെ വിപണി മൂല്യവും കുതിച്ചു കയറുകയാണ്. ഇന്നലെ നിഫ്റ്റിയിലും സെൻസെക്സിലും റെക്കോർഡ് ക്ലോസിംഗ് നടത്തിയ വിപണി ഇന്നും അതേ ആവേശത്തിലാണ്. സ്വർണ്ണവില എല്ലാ അതിർത്തികളും ഭേദിച്ച് കുതിക്കുകയാണ്. പലിശ നിരക്കിൽ വീണ്ടും കുറവുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ സ്വർണ്ണവില കുതിക്കാൻ പ്രധാന കാരണമാണ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷിത നിക്ഷേപമെന്ന ഗ്യാരണ്ടിയും സ്വർണ്ണത്തെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നു. വൻകിട നിക്ഷേപകരും ബാങ്കുകളും സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കുന്നതും ഡിമാൻഡ് ഉയർത്തുന്നു. 4 ദിവസത്തിനുള്ളിൽ സ്വർണം ഒരു പവന് 1,400 രൂപയാണ് കേരള വിപണിയിൽ കൂടിയത്. ഇന്ന് ഗ്രാമിന് 20 രൂപ കൂടിയാണ് 7,000 രൂപയിലെത്തിയത്. GST, പണിക്കൂലി, HUID, മുദ്ര പതിപ്പിക്കൽ ചാർജുകൾ എല്ലാം ഉൾപ്പെടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇപ്പോൾ 62,500 രൂപയോളമാകും. അന്താരാഷ്ട്ര സ്വർണ്ണവില ഇനിയും കൂടുമെന്നാണ് സൂചനകൾ. അങ്ങനെ വന്നാൽ കേരളത്തിലെ വില ഈ റെക്കോർഡുകളെല്ലാം മറികടക്കുന്നതാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.